അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 2.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 2.5 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1.25 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് വേണം കുഴച്ചെടുക്കാൻ. സാധാരണ പച്ചവെള്ളം തന്നെയാണ് എടുക്കുന്നത്. മാവ് നല്ല കട്ടിക്ക് ഒന്ന് കുഴച്ചെടുക്കാം. എനിക്കിപ്പോൾ 3/4 കപ്പ് വെള്ളത്തിന്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. ഇനി മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കട്ടിക്ക് ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പൊ മാവ് നല്ല കട്ടിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുട്ടിയെടുത്ത മാവ് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയി. ഇനി മാവ് നമുക്ക് കൗണ്ടർ ടോപ്പിൽ എടുത്ത് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി മാവ് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. അപ്പൊ വീണ്ടും മാവ് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ പൊടിമാവ് ചെറുതായിട്ടൊന്ന് ഇട്ടിട്ട് പരത്തിയെടുക്കാം. അപ്പൊ ഇതുപോലെ ചെറിയൊരു കട്ടിക്ക് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പരത്തിയെടുത്ത ഷീറ്റിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഉപ്പില്ലാത്ത ബട്ടർ കുറച്ചൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഒരുപാട് വേണ്ട, കുറച്ച് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ബട്ടർ ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഈ മാവ് രണ്ടായിട്ട് ഒന്ന് മടക്കി കൊടുക്കാം. ഇനി കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ അറ്റം ഒന്ന് മടക്കി കൊടുക്കാം. വീണ്ടും കൈവച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ടറ്റം ഒന്ന് മടക്കി കൊടുക്കാം. വീണ്ടും കൈവച്ച് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം. വീണ്ടും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കാം. മാവ് സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇതുപോലെ ആയി കിട്ടും. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നേരത്തെ പരത്തിയെടുത്തതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പൊ ചെറിയൊരു കനത്തിൽ തന്നെയാണ് പരത്തി എടുത്തിട്ടുള്ളത്. വീണ്ടും രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇപ്പൊ ഞാൻ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും രണ്ടായിട്ട് വീണ്ടും മടക്കാം. ഇതുപോലെ കൈവച്ച് ഒന്ന് പ്രസ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് പരത്തി കൊടുക്കാം. വീണ്ടും ചെറിയ രീതിയിൽ ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് മടക്കി കൊടുക്കാം. അപ്പൊ അത് രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി മാവ് ക്ലിംഗ് റാപ്പ് വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി മാവ് ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ടോ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമുക്കിത് ഫ്രിഡ്ജിലല്ല വെക്കാനുള്ളത്. നമ്മളിതിൽ ബട്ടർ ചേർത്തത് കൊണ്ട് നമ്മൾ ഫ്രീസറിലാണ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത് ചേർക്കാം. അതുകൂടെ 5-6 വെളുത്തുള്ളി ഇലയും ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുത്ത് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെ പച്ചച്ചുവ ഒന്ന് മാറിയതിനു ശേഷം മീഡിയം സൈസ് 4 സവാള നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത 2 പച്ചമുളക് ചേർക്കാം.
പെട്ടെന്ന് സവാള വായന കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഈ സവാള നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ആ പൊടിയുടെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടിയുടെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുക. മീഡിയം സൈസ് 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഈ തക്കാളി എല്ലാം ഒന്ന് വാടിക്കുന്ന നമുക്ക് മൂടി വെച്ചെടുക്കാം. ഫ്ലെയിം കുറച്ച് തന്നെ വയ്ക്കാം. അപ്പോൾ നമ്മൾ 2 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. തക്കാളി എല്ലാം ഒന്ന് ഉറച്ചു കൊടുക്കാം. ഈ ഒരു സമയം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് നല്ല റെഡി ആയിട്ടുണ്ട്. ഫ്രീസറിൽ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് മാവ് എടുത്തിട്ടുണ്ട്. ഇനി മാവ് 4ആയിട്ടൊന്ന് കട്ട് ചെയ്യാം. കട്ടയിൽ നിന്നും ഒരു പീസ് എടുക്കാം. ഇപ്പോൾ ഒരു പീസ് മാവ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് വീണ്ടും 3ആയിട്ടൊന്ന് കട്ട് ചെയ്യാം. കട്ടയിൽ നിന്നും ഒരു പീസ് എടുക്കാം. ഇനി ഇത് പൊടിമാവൊന്നും ഇടേണ്ട ആവശ്യമില്ല. കനം കുറച്ചൊന്ന് പരത്തിയെടുക്കാം. റൗണ്ട് ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും പരത്തിയെടുക്കാം. ഞാനിപ്പോൾ കനം കുറച്ച് റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം പരത്തിയെടുക്കാം. നമ്മൾ പരത്തിയെടുത്തിൽ നിന്നും ഒരു ഷീറ്റ് മാവ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ നടുവിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരു മുട്ടയുടെ പകുതി മുട്ട ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തതാണ് വെച്ച് കൊടുക്കാം. ഇതിന്റെ ചുറ്റിനും വെള്ളം ഒന്ന് തേച്ച് കൊടുക്കാം. അടുത്ത ഒരു ഷീറ്റ് മാവ് ഇതിന്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കൈ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഓർക്ക് വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ഒരു രീതിക്ക് റെഡിയാക്കി എടുക്കുക. ഇനി ഇത് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു വശം ഒന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ഈ വശം ഇതുപോലെ ഒന്ന് മൊരിഞ്ഞു വരട്ടെ. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. 2 വശവും നല്ലോണം മൊരിഞ്ഞ് ഗോൾഡൻ ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്